പാർട്ടി അംഗീകാരം നൽകുകയാണെങ്കിൽ അത് ഉൾക്കൊണ്ട് മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK ബഷീർ MLA. യുവജനങ്ങളെയും സ്ത്രീകളെയും അനുഭവ സമ്പത്തുള്ളവരെയും ഉൾക്കൊള്ളുന്നതാണ് മുസ്ലിം ലീഗിന്റെ സീറ്റ് വിഭജനം. സീറ്റ് കാര്യത്തിലെല്ലാം അന്തിമ തീരുമാനമെടുക്കുക സാദിഖലി തങ്ങളാണ്. ഇത്തവണ മത്സര രംഗത്തുണ്ടാകുമെന്ന ചോദ്യത്തോട് സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മുഴുവൻ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് പോവുകയാണ്. ഈ സമയം പ്രവാസ ലോകത്തും സമാനമായ രീതിയിൽ തന്നെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും സജീവമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ കൂടെയുള്ളത് മുസ്ലിം ലീഗിലെ തന്നെ ഏറ്റവും ജനകീയനായ MLA-മാരിൽ ഒരാളായ PK ബഷീർ MLA ആണ്. ജിദ്ദയിൽ നിന്നും അദ്ദേഹം നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ബഷീർ സാഹിബ്, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് പോവുകയാണ്. അതിനിടയിലാണ് ഉംറയ്ക്ക് എത്തിയത്. എന്താണ് ഇവിടെ എത്തിയ സമയത്ത് എന്താണ് നാട്ടിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുന്നത്? ഇവിടെ പ്രവാസികളായ നമ്മളെ നാട്ടുകാരൊക്കെ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ട എല്ലാ സപ്പോർട്ട് ചെയ്യാനും പ്രവാസികളായ ആളുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അവരുടെയൊക്കെ സംസാരത്തിനും അവരുടെ കേരള രാഷ്ട്രീയത്തെ പറ്റിയും കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ നമ്മളെക്കാളും വളരെ ചിന്തിക്കുകയും ഒരു ഗവൺമെൻറ് പുതിയ ഒരു ഗവൺമെൻറ് UDF-ന്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വരണമെന്നാണ് പ്രവാസികളൊക്കെ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പ്രവാസികൾക്ക് ഒന്നും ചെയ്യാത്ത ലോക കേരള സഭ നടത്തി ദൂർത്തടിച്ച് സ്വന്തം പാർട്ടിക്കാരെ മാത്രം ലോക കേരള സഭയിൽ കൊണ്ടുവന്ന് പ്രവാസികളെ വഞ്ചിച്ച ഒരു ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ UDF പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനകീയമായിട്ടുള്ള പിന്തുണയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നമുക്കറിയാം ജമാഅത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് LDF അവരുടെ സ്ഥിരം പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു പ്രചാരണം മുഴുവൻ പോയത്. ഇത്തവണയും സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചാരണം വരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയായിരിക്കും UDF ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും UDF-ന്റെ ഒരു പ്രചാരണം? മുൻകാലങ്ങളിലൊക്കെ ഒരു 15-20 കൊല്ലം മുമ്പൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് ഒരു മതേതര പാർട്ടിയാണ്. അവരിൽ ജാതിയില്ല, മതമില്ല, എല്ലാ വിഭാഗം ആളുകളെയും മനുഷ്യരായി കാണുന്ന ഒരു ആശയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. അതിൻ്റെ മഹാന്മാരായ നേതാക്കന്മാരൊക്കെ ആ ഒരു ആശയത്തിലേക്ക് പോയിരുന്നത്, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നൊക്കെ. പക്ഷേ ഇന്ന് ആ പാർട്ടി കോർപ്പറേറ്റ് മുതലാളിമാരുടെ പാർട്ടിയാണ്. ഞാൻ CPM എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു അർത്ഥം. അത് അല്ലാതെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റോ അല്ല, കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആണത്. കോർപ്പറേറ്റുകളെ വളർത്തുന്ന, മുതലാളിത്തത്തെ വളർത്തുന്ന ഒരു രീതിയിലേക്ക് ആ പാർട്ടി പോയി. അത് മാത്രമല്ല, നമ്മളെ അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാർ, വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ വർഗീയം പറയുക, അതിന് പിന്തുണ കൊടുക്കുന്ന CPM പോലൊരു പാർട്ടി. നമുക്കാർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ CPM-നെ പറ്റി? CPM-ന് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 കൊല്ലം അധികാരം കിട്ടി, അധികാരത്തിൻ്റെ ഇതിന് മത്ത് പിടിച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് ഹിതമായ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് CPM-ന്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ ദിവസങ്ങൾ അടുത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങളാണ്. ഏറനാട് എന്തായിരിക്കും സ്ഥിതി? ഏറനാട് ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഐക്യ ജനാധിപത്യയുടെ ഒരു ഉരുക്ക് കോട്ടയാണ് ഏറനാട് നിയോജകമണ്ഡലം. അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യയുടെ ഉരുക്ക് കോട്ടയാണ്. ഐക്യ ജനാധിപത്യത്തിലേക്ക് ഇപ്രാവശ്യം കേരളത്തിൽ 100 സീറ്റുമായി പ്രദേശ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെ സൂചിച്ചതിന് ഐക്യ ജനാധിപത്യത്തിന് 100 സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പം മുസ്ലിം ലീഗിലെ തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വീണ്ടും പാർട്ടി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അല്ല, അത് പാർട്ടി തീരുമാനിക്കുമല്ലോ. വെറുതെ പാർട്ടി പറഞ്ഞാൽ പാർട്ടി നമ്മൾ അംഗീകാരം തരാണെങ്കിൽ അത് ഉൾക്കൊള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണയൊക്കെ കൂടുതൽ യുവജനങ്ങൾക്ക്, ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ യുവ പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നുണ്ട്. മുസ്ലിം ലീഗിലും അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടാവും. എന്താണ് പാർട്ടി എല്ലാവരെയും ഉൾക്കൊള്ളും, യുവജനങ്ങൾ ഉൾക്കൊള്ളും, വനിതകൾ ഉൾക്കൊള്ളും, അതുപോലെ അനുഭവ സമ്പത്തുള്ളവരെ ഉൾക്കൊള്ളും. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതായിരിക്കുന്നു സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം സാഹിബും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്തിമം സാധിക്കൽ തങ്ങൾ തന്നെ തീരുമാനങ്ങൾ പറഞ്ഞിട്ടത് പാർട്ടി യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും, വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കും, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവസാനമായിട്ട് പ്രവാസികളോട് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്താണ് പ്രവാസികളോട് പറയുന്നത്? എന്നും ഐക്യ ജനാധിപത്യത്തിൻ്റെയും മുസ്ലിം ലീഗ് പാർട്ടിയൊക്കെ ചേർത്ത് പിടിച്ച ആളുകളാണ് പ്രവാസികൾ. അപ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതുപോലെ തന്നെ നാട്ടിലെ ആളുകൾക്ക് അവിടെ നാട്ടിലെ പ്രദേശങ്ങളിൽ, പിന്നോക്ക പ്രദേശങ്ങളിൽ വികസനം, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കാനും ഒക്കെ ജനങ്ങൾക്കൊരു കരുതൽ, ഒരു സുരക്ഷ ഉണ്ടാകാൻ ഐക്യ ജനാധിപത്യത്തിന് മുന്നേ വിജയിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ അവിടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ കാലത്തും പ്രവാസികളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരോട് എന്നും മുസ്ലിം ലീഗ് പാർട്ടിയൊക്കെ കടപ്പെട്ടതാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖമുദ്രയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലായി നിന്നിട്ടുള്ളത്
പ്രവാസികളായ നമ്മുടെ ആളുകളാണ്. ഒരുപാട് നന്ദി ഒരു സമയത്ത് നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്. ഏതായാലും തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് പോവുകയാണ്. MLA ഉൾപ്പെടെ നാട്ടിലേക്ക് മടങ്ങുന്നു. ഒപ്പം കൂടുതൽ തെരഞ്ഞെടുപ്പ് സജീവമാവുന്ന പ്രചാരണത്തിലേക്ക് അടക്കം അവർ കടക്കാനിരിക്കുകയാണ്. ജിദ്ദയിൽ നിന്നും കണ്ണ നിലമ്പൂരിനോടൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.